ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമേ. ഇന്ന് ഞാൻ മുരിങ്ങയില വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചാറുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാവേ. നമ്മുടെ വീട്ടിൽ മുരിങ്ങയിലയില്ലേ, അതുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി പറിച്ചിട്ട് വന്നതാണേ. അപ്പോൾ അത് കണ്ട ആകാംക്ഷയിൽ കുറേയേറെ പറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ തണ്ട് കളഞ്ഞൊരു നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അകത്താക്കി അടച്ചു വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്ത് തോരൻ വെക്കാനും ചാറുകറി വെക്കാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ബീഫ് റോസ്റ്റ് ആണെങ്കിലും ചിക്കൻ റോസ്റ്റ് ആണെങ്കിലും ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും നമുക്ക് മസ്റ്റായിട്ടൊരു ഒഴിച്ചുകറി വേണമല്ലോ. അപ്പോൾ ഒരു മോര് കാച്ചിയ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്ന കറിയാണ് ഇത് വെച്ചിട്ട് കറി വെക്കും. വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് മതി ഇത് കറിയാക്കാനേ. മുരിങ്ങയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സിങ്കിൻ്റെ അംശം, അയണിൻ്റെ അംശമൊക്കെ ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഇത് മുരിങ്ങയില ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വയറ് കുറയുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ പലരും ഒരുപാട് ഗുണങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഇതെങ്ങും കിട്ടാനുമില്ല. അപ്പോൾ ഞാനിത് എവിടെ കിട്ടിയാലും ആഴ്ചയിൽ 1 അല്ലെങ്കിൽ മാസത്തിൽ 1 എങ്കിലും എൻ്റെ മക്കൾക്കിത് കറിയാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇതിങ്ങനെ മേൽവശത്ത് നിന്നിങ്ങനെ പിടിച്ച് ഊരുമ്പോൾ എളുപ്പത്തിൽ ഇല ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനാവശ്യമായ അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങയും അതിലേക്ക് ജീരകം, ഒരു പീസ് വെളുത്തുള്ളിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. പിന്നെ മുരിങ്ങയില കൊണ്ട് വേറൊരു ഉപയോഗമുണ്ട്. നമ്മുടെ കാലിലൊക്കെ നീര് വെക്കുമ്പോൾ മുരിങ്ങയില ഉപ്പുമായിട്ട് അരച്ചിട്ടാൽ നീരൊക്കെ വേഗം ചൊങ്ങിപ്പൊക്കോളൂ, നീര് വേഗം കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിനും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ബോക്സ് വന്ന പാടൊക്കെ മാറ്റാനായിട്ട് മുരിങ്ങയിലയും രക്തചന്ദനവും കൂടെ അരച്ചിടുമ്പോൾ നല്ലതാണ്. ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ചിക്കൻ ബോക്സ് വന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ പാടൊക്കെ വേഗത്തിൽ കുറയുന്ന പോലെ എനിക്ക് തോന്നി. അത് ഞാൻ ഉപയോഗിച്ച് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ചട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് വഴറ്റുമൊന്നും വേണ്ട, അത് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മാത്രം മതി. എന്നിട്ട് അരപ്പിടാൻ സമയമാകുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചതച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പച്ചമുളകൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ വറ്റൽമുളക് ചതച്ചത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും ഒരു ശകലമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വേറെ പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകി ഒരു ചാറുകറിയാണ് ഇത്. നമ്മുടെ ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയും മുളകിട്ട മീൻ കറിയുടെ കൂടെയൊക്കെ എന്തായാലും നമുക്ക് സൈഡായിട്ടൊരു ചാറുകറി വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ വളരെ എളുപ്പത്തിൽ വെക്കാവും. നമ്മുടെ തൊടിയിൽ ഇപ്പോൾ എല്ലായിടത്തൊന്നും ഇല്ല, എന്നാലും വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മുടെ വീട്ടിലെങ്കിലും അപ്പുറത്തെ വീടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ മാസത്തിൽ 1 നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ നോക്കണം. കാരണം ഇതിന് ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു ഇലയാണ്. തോരൻ വെച്ചൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കണേ. പിന്നെ പറയാൻ വിട്ടുപോയി, അരപ്പ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പിന്നെ ഉപ്പിടാൻ മറക്കല്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയെ.